എവ്രി വൺ. അപ്പം നമ്മൾ ഹോങ്കോങ് നഗരത്തിലെത്തിയിരിക്കുകയാണ്. ഇനി എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങണം. എമിഗ്രേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിനു മുൻപായിട്ട് നമ്മളുള്ളത് 7-Eleven സ്റ്റോറിലാണ്. ഏഷ്യയിലെ തന്നെ മിക്ക കൺട്രീസിലും 7-Eleven ഉണ്ട്. 7-Eleven എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ആ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് ഒരു ക്വിക്ക് സ്നാക്സോ അല്ലെങ്കിൽ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ 7-Elevenൽ കഴിക്കുകയാണ് മിക്ക കൺട്രീസിലും ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പോണ്ട ബസ് ടെർമിനൽ നോക്കി നടക്കുക. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഡോളേഴ്സ് മാറ്റി ഹോങ്കോങ് ഡോളേഴ്സ് ആക്കി. പിന്നെ ഇവിടെ നിന്ന് ഒക്ടോപസ് കാർഡ് എടുത്തു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒക്ടോപസ് കാർഡ് ഒരാൾക്ക് ഒരെണ്ണം വീതം വേണം, അല്ലാതെ നമുക്ക് ഒരു ഒക്ടോപസ് കാർഡ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒക്ടോപസ് കാർഡ് വീതം വേണം. ഈ ഒക്ടോപസ് കാർഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ATM കാർഡ് പോലത്തെ ഒരു കാർഡാണ്. ഈ കാർഡ് മേടിക്കാനായിട്ട് നമുക്ക് 170 ഹോങ്കോങ് ഡോളറാണ് ആവുന്നത്. 170 ഹോങ്കോങ് ഡോളറിൽ $42 ഈ കാർഡിന്റെ വിലയാണ്. ബാക്കിയുള്ള 128 ഹോങ്കോങ് ഡോളറാണ് നമുക്ക് ആ കാർഡിന്റെ ഉള്ളിൽ ചെലവാക്കാൻ വേണ്ടി കിട്ടുന്നത്. ഈ ഒക്ടോപസ് കാർഡ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിൽ നമ്മൾ പൈസ ലോഡ് ചെയ്തിട്ട് നമുക്ക് 7-Elevenലായിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബസ് ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും എല്ലാ ഷോപ്സിലും സാധാരണ ഷോപ്പുകളിൽ വരെ ഈ ഒക്ടോപസ് കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് എയർപോർട്ടിന്റെ കൗണ്ടറിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പൊ ഞങ്ങള് നേരെ ആ ഒക്ടോപസ് കാർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടത്തെ സാധാരണ സിറ്റി ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പോകേണ്ട സ്ഥലം ഏതാണോ അതിനനുസരിച്ചുള്ള നമ്പറിലുള്ള ബസ്സിൽ കയറി പോയാൽ മതി. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് മോങ്കോക്കിലേക്കാണ്. ഈ മോങ്കോക്കിലേക്ക് പോകുന്ന സിറ്റി ബസ് നമ്പർ A21 ആണ്. അപ്പോൾ ഹോങ്കോങ് നഗരത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഫോം വേണം. അതിനെ പാർ എന്നും പറയും. അപ്പൊ ഈ ഒരു ഫോം നമ്മൾ നാട്ടിൽ നിന്നേ ഫില്ല് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പൊ ഈ ഫോം ഫില്ല് ചെയ്യാനായിട്ട് നിശ്ചിത സമയവും കാര്യങ്ങളൊന്നുമില്ല. ഒരു 1-2 മാസം മുൻപേ നമുക്ക് ഈ പാറ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന് ബുക്കിംഗ്സിന്റെയോ ഒന്നിന്റെയോ ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് പാസ്പോർട്ടും പിന്നെ സ്റ്റേ ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ പേര് മതി. ഇതിപ്പോ പാറിലുള്ള ഹോട്ടലിൽ തന്നെ താമസിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാസ്പോർട്ടിലുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ അത് അതുപോലെ തന്നെ പാറിൽ വരണം. ഈ പാറിൽ വന്നില്ലെങ്കിൽ എന്തേലും ഒരു മിസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹോങ്കോങ്ങിലേക്ക് കടക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും പാറ് വാലിഡ് ആണോ അല്ലയോ എന്നറിയാൻ പറ്റും. അതിന്റെ തിരിച്ചൊരു പേപ്പർ കിട്ടും. ആ പേപ്പർ നമ്മൾ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കണം. ഇനി ഈ പാറ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഹോങ്കോങ്ങിലേക്ക് വിസ എടുത്താൽ മതി. ഹോങ്കോങ് വിസയ്ക്ക് വേണ്ടി വരുന്ന ചെലവ് ഏകദേശം ഒരു 3000 രൂപയിൽ താഴെയാണ്. അത് പക്ഷെ നമ്മളുടെ കൗൺസിലേറ്റ് ഹോങ്കോങ് കൗൺസിലേറ്റിൽ പോയിട്ട് എടുക്കണം. അപ്പൊ ഇത് ചെന്നൈ, ഡൽഹി, മുംബൈ അങ്ങനെയുള്ള വലിയ വലിയ സിറ്റീസിലാണ് ഉള്ളത്. ഇതേ പാറ് വെച്ചിട്ട് തന്നെ നമുക്ക് ഹോങ്കോങ്ങിന്റെ തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള മക്കാവും കൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. പാറ് ഉപയോഗിച്ച് ഒരു തവണ ഹോങ്കോങ്ങിലോ മക്കാവിലോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകണം എന്നുള്ളതാണ് കണക്ക്. അതിലും കൂടുതൽ സ്റ്റേ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോങ്കോങ് വിസയായിട്ട് വരണം. നമുക്ക് എയർപോർട്ട് എക്സ്പ്രസ് ട്രെയിനും കൂടെ ഉണ്ട്. ഈ ട്രെയിനിൽ പോവുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് സ്ഥലത്തേക്ക് എത്താൻ പറ്റും. പക്ഷെ ഞങ്ങൾ ബസ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 വശങ്ങളും കണ്ടില്ലേ, ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഈ കാണിക്കുന്നതാണ് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇരുവശത്തുമായിട്ട് കടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹോങ്കോങ് നഗരം എന്ന് പറയുന്നത് മെയിൻലി 2-3 ഐലൻഡ്സ് ചേർന്നിട്ടാണ്. അപ്പോൾ ഓരോ ഐലൻഡ്സിൽ നിന്നും അടുത്ത ഐലൻഡ്സിലേക്കുള്ള ബ്രിഡ്ജുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹോങ്കോങ് പോർട്ടിന്റെ ഒരു വശം മാത്രമാണ്. ഹോങ്കോങ്ങിലാണ് ഏറ്റവും വലിയ
പോർട്ട് വരുന്നത്. ഞാൻ മൊത്തം എവിടെയൊക്കെ ഇറങ്ങണം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഗൂഗിൾ മാപ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് എല്ലാ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹോങ്കോങ് പോർട്ട്, മെയിൻ പോർട്ടാണ്. ഈ ഹോങ്കോങ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത് വിക്ടോറിയ ഹാർബറിലാണ്. ഇത് സൗത്ത് ചൈന സീന്റെ ഒരു മെയിൻ പോർട്ടാണ്. ഈ പോർട്ട് വഴിയാണ് നമുക്ക് എല്ലാ ഇമ്പോർട്ട് എക്സ്പോർട്ട് സാധനങ്ങളും വരുന്നത്. അങ്ങനെ നമ്മളുടെ ബസ് ഒരു സിഗ്നലിൽ നിർത്തിയിട്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്കൂള് കാണാം, റൈറ്റ് സൈഡിൽ ഒരു മാളും കാണാം. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ സ്ഥലം എത്താനായിട്ട് ഒരു 8 മിനിറ്റും കൂടെ മതി എന്നാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മളുടെ മോങ്കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നഗരം. അപ്പൊ ഈ മോങ്കോക്ക്, കവലൂൺ, ടിംഷാസുയി എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ സിറ്റീസ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ കാന്റോണീസ് അല്ലെങ്കിൽ ചൈനീസ് ആണ്. അപ്പൊ കാന്റോണീസ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഫോം തന്നെയാണ്. അതുകൂടാതെ ഇംഗ്ലീഷും ഇവിടെ വൈഡ്ലി യൂസ്ഡ് ആണ്. കാരണം ബ്രിട്ടീഷാണ് ഇവിടെ 99 കൊല്ലം ഭരിച്ചത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വൺ ഓഫ് ദ മെയിൻ ലോക്കൽ ലാംഗ്വേജസ് ആണ്. ഇതൊക്കെ പറയുമ്പോഴും പലപ്പോഴും പല സ്റ്റോറുകളിലും പല കടകളിലും ഒക്കെ കയറുമ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയാലും മിക്കവർക്കും കാന്റോണീസ് ആണ് കൂടുതൽ അറിയുന്നത്. ഇംഗ്ലീഷ് പറയുമ്പോൾ മനസ്സിലാവും, എന്നാൽ കുറച്ചേ തിരിച്ചു പറയാൻ അറിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു ബേസിക്കലി സിഗ്നൽ ക്രോസിംഗ് ആണ്. ഓരോ സിഗ്നലിലും നമുക്ക് ഒരു സൗണ്ട് സിസ്റ്റം കൂടെ ഉണ്ട് ലൈറ്റിന് ഉപരിയായിട്ട്. അപ്പോൾ ഈ സൗണ്ട് സിസ്റ്റത്തിൽ പെട്ടെന്നുള്ള ബീപ്പ് അടിക്കുമ്പോഴാണ് നമ്മൾക്ക് ക്രോസ് ചെയ്യാനുള്ള സമയം. ഇനി ടിക് 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 എന്ന് പതുക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇവിടെയുള്ള എല്ലാവരും തന്നെ ഈ സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനായിട്ട് ഫോം ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര അച്ചടക്കത്തോടു കൂടി നിൽക്കും. അത് കഴിഞ്ഞ് ആ ഒരു സിഗ്നൽ ക്രോസിംഗ് ടൈം ആവുമ്പോൾ ഇരുവശത്തുനിന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നല്ലതാണ്. ലെമൺ ടാർട്ടാണോ കസ്റ്റർഡാണോ? ലെമൺ അല്ല. നമ്മളെ ഫസ്റ്റ് ഡേ സ്റ്റേ കണ്ടുപിടിച്ചിരിക്കുന്നത് MK സ്റ്റേ. എങ്ങനെയുണ്ട് നോക്കാം. പൈസ അത്യാവശ്യം ഉണ്ട്, പക്ഷേ റൂംസൊക്കെ ചെറുത്.
ലൈറ്റിട്ടെ. ഹോങ്കോങ് നഗരത്തിൽ വരുന്ന മിക്ക ഹോട്ടലുകളും വളരെ ചെറിയ റൂമായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ബെഡ് ഇടാനും പിന്നെ ഒരു ചെറിയ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എത്ര പൈസ കൂടിയ ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പൊ മെയിൻലി റൂം കണ്ടതിന് ശേഷം ഞാൻ ചിരിക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പ് വഴി ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ ട്വിൻ ബെഡാണ് ചൂസ് ചെയ്തത്. ടോണി ചൂസ് ചെയ്തത് ഒറ്റ ബെഡാണ്. അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഒരുമിച്ച് കിടക്കണമെന്നില്ല, ട്വിൻ ബെഡാണ് നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ ട്വിൻ ബെഡ് എടുത്തു. അപ്പൊ ഞങ്ങളുടെ റൂമാണെങ്കിൽ കുറച്ചുകൂടെ സ്പേഷ്യസും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം 13 മണിക്കൂറായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നവരെ ഉള്ള സമയം. നല്ല ടയേർഡും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ടോണിയും റോസിയും കൂടെ റൂമിൽ തന്നെ ഇരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ടൈം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മാക്സിമം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണണം എന്ന് വെച്ചിട്ട് തൊട്ടടുത്തുള്ള സ്ട്രീറ്റ്സിലൂടെ നടക്കാനും അടുത്ത് കണ്ട ഒരു മാളിലും ഞങ്ങൾ കയറി. ഇവിടുത്തെ മാളുകളുടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് നമ്മളുടെ നാട്ടിലെ മാളുകൾ പോലെ കുറെ വിശാലമായിട്ടുള്ള സ്പേസുകളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല കോമ്പാക്ട് പാക്ഡ് ആണ്. പക്ഷെ ഇവിടുത്തെ മാളുകളുടെ ഫ്ലോർസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്ന മാളില് ഏകദേശം 13-14 നിലകളുണ്ട്. എല്ലാം കൂടിയ ബ്രാൻഡിന്റെ സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം നല്ല തീ പിടിച്ച വിലയാണ്. നമ്മളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാള് എപ്പോഴും നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ഗുഡ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 2-3 ഇരട്ടി വിലയിലാണ്. ഈ മാളിലെ മറ്റൊരു പ്രത്യേകത കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുകളിൽ വരെ നമ്മൾ എല്ലാ നിലയും കയറി പോവുകയാണെങ്കിൽ കൂടെ നമുക്ക് ഒരു ഏകദേശം ഒരു 5 നില അടുപ്പിച്ച് ഇറങ്ങുന്ന ഓരോ എസ്കലേറ്റർ വിധം കയറി പെട്ടെന്ന് എക്സിറ്റും എൻട്രിയും ചെയ്യാവുന്നതാണ്. അങ്ങനെ മാളിന്ന് ആ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ബാൻഡ് അവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ചു നേരം അവരുടെ ആ ഒരു കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നിന്നു. പ്രത്യേകിച്ച് ഭാഷയൊന്നും മനസ്സിലായില്ലെങ്കിൽ കൂടെ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും കഴിച്ചോ? അങ്ങനെ അവിടെയുള്ള ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മള് 2 ഐറ്റംസ് ആണ് പറഞ്ഞത്. ചിക്കൻ വിങ്സും പിന്നെ ഒരു ചിക്കൻ കറി നൂഡിലുമാണ് പറഞ്ഞത്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആൻഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലെത്തി കഴിഞ്ഞപ്പോൾ ടോണി എഴുന്നേറ്റു, ഉറക്കമൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയൊരു വാക്കിന് പോവാന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കട കണ്ടത്. അപ്പൊ ഇവിടെ ഡെസേർട്ട് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം ഡെസേർട്ട്സ് ആണ്. അപ്പോൾ സംഭവം ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ഒരു ഡെസേർട്ടിന്റെ പോലെയൊന്നും ഇല്ല. ഇത് മെയിൻലി എന്തോ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ പാലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒട്ടും തന്നെ മധുരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി. നമ്മളുടെ വിൻഡോയിലൂടെയുള്ള വ്യൂവും കാര്യങ്ങളാണ്. ഇപ്പോഴും അത് ഏകദേശം ഒരു 12:45 1 മണിയായി. ഹോങ്കോങ് നഗരം ഇതുവരെ ഉറങ്ങിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നാളെ മക്കാവിൽ എത്താനുള്ളതാണ്.